ഗൂഗിളിന്റെ അൽഗോരിതം അപ്ഡേറ്റ് വരുന്ന സമയത്ത് ഒരേ സമയത്ത് തന്നെ ഒരുപാട് വെബ്സൈറ്റുകൾ റാങ്കിങ്ങിൽ ഡ്രോപ്പ് വന്നതായിട്ട് കാണാറുണ്ട്. ഒരേ സമയം ഒരുപാട് വെബ്സൈറ്റുകൾ റാങ്കിങ്ങിൽ താഴോട്ട് പോകാറുണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഗൂഗിളിന്റെ റാങ്കിങ് വർക്ക് ചെയ്യുന്നത് ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള അൽഗോരിതങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. അതിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അൽഗോരിതം, ഉദാഹരണത്തിന് ഏതെങ്കിലും സ്പാമി ആക്ടിവിറ്റീസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റിനെ റിവാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അൽഗോരിതം ആയിരിക്കും ഒരു പർട്ടിക്കുലർ ടൈമിൽ റോൾ ഔട്ട് ചെയ്യുക. അങ്ങനെ റോൾ ഔട്ട് ചെയ്യുന്ന സമയത്ത് ആ പർട്ടിക്കുലർ അൽഗോരിതം മാത്രമായിട്ട് വർക്ക് ചെയ്യും. അതെങ്ങനെയാണെന്നൊരു ചെറിയ എക്സാമ്പിളിലൂടെ പറയാം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിയമവ്യവസ്ഥയുണ്ട് എന്ന് വെച്ച് തെറ്റ് ചെയ്ത് എല്ലാവരും പിടിക്കപ്പെടുന്നില്ല. ചെറിയ തെറ്റുകൾ ചെയ്തവരും ഒക്കെ പോലീസ് സ്റ്റേഷന്റെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടാവും. പക്ഷെ പോലീസുകാർ ഒരു മിഷന്റെ ഭാഗമായിട്ട് നാട്ടിലുള്ള എല്ലാ കള്ളന്മാരെയും പിടിക്കും എന്ന് വെച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ആഴ്ചക്കാലം അല്ലെങ്കിൽ ഒരു മാസക്കാലം എന്നായിരിക്കാം. ആ മാസക്കാലം കള്ളത്തരം ചെറുതായിട്ട് പോലുള്ള ആളുകളെ അവർ ഓടിച്ചിട്ട് പിടിക്കും. അത് തന്നെയാണ് അൽഗോരിതം അപ്ഡേറ്റ് നടക്കുന്ന സമയത്ത്, അതായത് ഒരു പർട്ടിക്കുലർ അൽഗോരിതം അപ്ഡേറ്റ് നടക്കുന്ന സമയത്ത് വെബ്സൈറ്റുകളെ പ്രത്യേകിച്ച് മാസീവായിട്ട് ബാധിക്കാനുണ്ടാകുന്ന ഒരു കാരണം.